സംസ്ഥാനത്തെ കുട്ടികളിൽ അക്രമവാസന കൂടിവരുന്ന സംഭവത്തിൽ പഠനം നടത്താൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതിനായി 5 അംഗ ഉപദേശക സമിതി രൂപീകരിച്ചു. സൈക്കോളജിസ്റ്റുകൾ, വിദ്യാഭ്യാസ വിദഗ്ധർ, ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്നതാണ് സംഘം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സ്കൂളുകളിൽ കുട്ടികളും തമ്മിലും അതുപോലെ തന്നെ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള വിവിധ തരത്തിലുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുകയാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്താൻ, അതിൽ ലഹരിയുടെ സ്വാധീനമുണ്ടോ, അല്ലെങ്കിൽ കുട്ടികളുടെ മൊബൈലിൻ്റെ സ്വാധീനമാണോ, അല്ലെങ്കിൽ കോവിഡിന് ശേഷമുള്ള കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണോ എന്താണെന്നുള്ള കൃത്യമായൊരു പഠനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ പഠനത്തിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വിഷയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ പരിശോധനയും പഠനവും ഞങ്ങൾ നടത്തുന്നുണ്ട്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയും കൂടെ കമ്മീഷൻ നിർദ്ദേശം നൽകും. ജയശങ്കർ ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത്. ജയശങ്കർ, ഇപ്പോൾ ഒട്ടനവധി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. എന്താണ് ബാലാവകാശ കമ്മീഷൻ നടത്താൻ പോകുന്നതുമായി ബന്ധപ്പെട്ട്? ഉന്മേഷ, സംസ്ഥാനത്ത് കുട്ടികൾ പ്രതികളാകുന്ന അല്ലെങ്കിൽ കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സംഭവങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ വലിയ തോതിൽ വർദ്ധിച്ചു എന്നാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ വിലയിരുത്തൽ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ, ഇത്തരത്തിൽ എന്തുകൊണ്ട് കുട്ടികൾ ഇത്തരത്തിൽ സംഘർഷങ്ങളുടെ ഭാഗങ്ങൾ ആകുന്നു, ഈ അക്രമവാസന എങ്ങനെ കുട്ടികൾ കൂടി വരുന്നു എന്നത് പഠിക്കാനാണ് നിലവിൽ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. ഈ കോവിഡ് കാലത്തെ കോവിഡിന്റെ പ്രതിഫലനം, ഒപ്പം തന്നെ ഇതിന്റെ ഇമ്പാക്റ്റ്, ഒപ്പം തന്നെ ഈ കുട്ടികളുടെ ലഹരി ഉപയോഗം, മൊബൈൽ ഫോൺ ഉപയോഗം, വീട്ടിലെ സാഹചര്യം, സ്കൂളിലെ പഠനാന്തരീക്ഷം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കമ്മീഷന്റെ പഠനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും. ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ ഈ മാസം തന്നെ, ഈ പഠനവുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്നാണ് കമ്മീഷൻ നിലവിൽ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ പഠനത്തിന് വേണ്ടി 5 അംഗ ഉപദേശക സമിതിയെ നിലവിൽ നിയോഗിച്ചു കഴിഞ്ഞു. സൈക്കോളജിസ്റ്റുകൾ, ഡോക്ടർമാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ എന്നിങ്ങനെ അവർ ഉൾപ്പെടുന്ന സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ കമ്മീഷൻ ആരംഭിക്കും. എന്തായാലും സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. നിലവിൽ സംസ്ഥാനത്തെ സാഹചര്യത്തിൽ വലിയ തോതിൽ കുട്ടികൾ പ്രതികളാകുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു, കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കമ്മീഷന്റെ പഠനവും അതിലൂടെ ലഭിക്കുന്ന നിഗമനവും നിർണായകമാണ്. ഉന്മേഷ്, വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ബാലാവകാശ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ ഒരുങ്ങുന്നുവെന്നാണ് കമ്മീഷന്റെ അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.